ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു വന്ന് ലാസ്റ്റ് അല്ല ഇടയിൽ ഫയർ ഫൈറ്റിങ്ങിൻ്റെ ഒരു പാർട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഫയർ പമ്പിൻ്റെ ഒരു സപ്ലൈ ആണ് ഇതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ദുബായിലൊന്നും വർക്ക് ചെയ്യാത്ത ആൾക്കാർ ഇപ്പോൾ പുതുതായിട്ട് കാണുന്ന ഫ്രഷേഴ്സിനൊക്കെ ഈ സ്കീം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു കാര്യം, ഇതിലൊരു ക്ലൂ അല്ലെങ്കിൽ ഒരു ടിപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിലൊക്കെ നമ്മൾ സ്കീമാറ്റിക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്കാണെങ്കിൽ ഇവിടെ താഴത്തുനിന്ന് മുകളിലേക്കാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ആ ഭാഗമാണ് താഴത്ത് കിടക്കുന്നത്. അവിടെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ വരച്ചു പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് 1 കാണിച്ചേക്കുന്ന ഡിവൈഡർ ട്രാൻസ്ഫോമറാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് ആ പാനലിലേക്ക് വരുന്ന ഒരു ബാക്കി സെയിം തന്നെയാണ്, മുകളിലേക്ക് പോകുന്നു എന്നുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ അവിടെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ വരച്ചേക്കുന്നതാണ് പാനൽ. അപ്പോൾ പാനൽസിൽ ബ്രേക്കേഴ്സ് കാണിച്ചിട്ടുണ്ട്. 10, 9 എന്നൊക്കെ പറഞ്ഞെല്ലാം ACBs ആണ് കാണിച്ചിരിക്കുന്നത്. എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സാണ് കാണിച്ചിരിക്കുന്നത് 4 പോൾ. അപ്പോൾ നമുക്ക് ആക്ച്വലി 1 എന്ന് പറഞ്ഞ ഡിവൈഡ് ഒരു ട്രാൻസ്ഫോമറും ഒരു 2 എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് ബൈ ജനറേറ്ററാണുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കേബിളാണ് 3ൽ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ പാനലെത്തി, LV പാനലാണ്. ഫോം 4 എന്നൊക്കെ പറഞ്ഞൊരു കാര്യം എഴുതിയിട്ടുണ്ട്. അത് വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം, ഈ ഫോംസ് എന്താണെന്നുള്ളത് പാനൽസിൻ്റെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെക്ക് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനർജി ഇത് ചെയ്യാൻ വേണ്ടിയുള്ളതും. പിന്നെ ഫയർ പമ്പിൻ്റെ ACB കാണിച്ചിട്ടുണ്ട് 6 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ട്. ഓക്കെ, ഇവിടെ 6 കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അതിലെ മെയിൻ പാർട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാം. ന്യൂട്രൽ ബാർ കാണിച്ചിട്ടുണ്ട് 7. പിന്നെ ഇൻ്റർലോക്കാണ് ഈ കാണിച്ചിരിക്കുന്നത് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞാൽ 2 ഒരേ ബസ് ബാറിലേക്ക് കണക്റ്റ് ആകുന്നത്. നമ്മുടെ ഡിവയുടെ ട്രാൻസ്ഫോമറും പിന്നെ സ്റ്റാൻഡ് ബൈ ജനറേറ്ററും ഒരേ ബസ് ബാറിലാണ് കണക്റ്റ് ആകുന്നത്. സോ ഇൻ്റർലോക്ക് ഈസ് നെസസറി. അത് ഇല്ലെങ്കിൽ ബാക്ക് ഫീഡിങ് ആയി പോകും. സോ ആ പാർട്ടാണ് കാണിച്ചേക്കുന്നത്. പിന്നെ 11 കാണിച്ചേക്കുന്നത് എർത്തിങ്ങിന് വേണ്ടിയുള്ള ബസ് ബാർ കൊടുത്തേക്കുന്നതാണ്. എന്നിട്ട് 12 എർത്ത് ചെയ്തിട്ടുണ്ട്. മിനിമം 6 മീറ്റർ അപ്പാർട്ടായിട്ട് വേണം എർത്ത് ഫിറ്റ് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എർത്ത് ഫിറ്റാണ് 13 കാണിച്ചേക്കുന്നത്. പിന്നെ ഫയറിൻ്റെ കൺട്രോൾ പാനലാണ് ഈ 14 കാണിച്ചേക്കുന്നത്. 15 എന്ന് പറഞ്ഞാൽ ഫയർ പമ്പ്. അപ്പോൾ ആക്ച്വലി ഇത് ഫയർ പമ്പിൻ്റെ ഇതിന് മെയിൻലി ഡിനോട്ട് ചെയ്യാൻ കാണിച്ചതാണെങ്കിലും നമ്മളൊരു ജനറലി ഇവിടുത്തെ സ്കീം എങ്ങനെ വരയ്ക്കുന്നത് എന്നുള്ളത് ഒരു ഐഡിയ നിന്ന് നമുക്ക് കാണാം. അപ്പോൾ SMDB എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ DB സബ് DBs ആണ്. അപ്പോൾ എല്ലാം ഈ സ്കീമിൻ്റെ ഒരു ഔട്ട്ലൈനാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഈ കേസിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഇതിനകത്ത് ഒരു എക്സ്ട്രാ പാനൽ വന്നിട്ടുണ്ട്. ഇവിടെ എസെൻഷ്യൽ DB എന്ന് പറഞ്ഞ അല്ലെങ്കിൽ എസെൻഷ്യൽ ഒരു പാനലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് 1 സപ്ലൈസ് ഫ്രം ഡിവ ആൻഡ് അതർ സപ്ലൈസ് ഫ്രം നമ്മുടെ ബാക്കപ്പ് ജനറേറ്റർ. ഇവിടെ 13 ഒരു സ്റ്റാൻഡ് ബൈ ജനറേറ്ററാണ്. അതേപോലെ 2 ഒരു മൊബൈൽ ജനറേറ്ററാണ്. ഇവിടെ ഒരു മൊബൈൽ ജനറേറ്റർ ഉണ്ട്. ബാക്കി റെസ്റ്റ് സെയിമാണ്. അതിൻ്റെ അകത്ത് പിന്നെ 2 MCCB ഇൻകമേഴ്സായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം മുകളിലേക്കാട്ടോ വായിക്കുന്നത്. അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഈ എൻഡിലെല്ലാം കാണിച്ചേക്കുന്നതെല്ലാം ലോഡുകളാണ്. അപ്പോൾ എൻഡിൽ നമ്മുടെ 15 എന്ന് പറയുന്ന ഫയർ പമ്പ് കാണാം. പിന്നെ DB ഒക്കെ വരച്ചേക്കണം കാണാം. ഓക്കെ, ഇവിടെ ബാക്കിയെല്ലാം സെയിം തന്നെ, നേരത്തെ വരച്ചതിന് വലിയ വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ ഒരു ഫയർ ഫൈറ്റിങ്ങിൻ്റെ പമ്പ് കണക്ട് ചെയ്യാനുള്ള ഒരു സ്കീമാറ്റിക് ഡയഗ്രം ഇങ്ങനെയാണ്. ഇതിലാണ് വേറൊരു സ്കീമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്കീം ആദ്യം സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം സെയിം നേരത്തെ കണ്ട സെയിം സാധനം തന്നെ. അതിലൊരു ചെറിയ വ്യത്യാസം വന്നേക്കുന്നത് ഇതിൽ മീറ്ററിങ് ക്യാബിനറ്റിൽ മീറ്ററിങ് ക്യൂബിക്യൂൾ എക്സ്ട്രാ കയറി വന്നിട്ടുണ്ടെന്നുള്ള വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്, നമ്മൾ നേരത്തെ കണ്ട പോലെ. ഇതിൽ എന്നുള്ള വ്യത്യാസം ഇത് തന്നെയാണ് സാധനം. അപ്പോൾ ഇതിൽ ഒരു മീറ്ററിങ് ക്യൂബിക്യൂൾ വന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മീറ്ററിങ് ക്യൂബിക്യൂളും അതിൻ്റെ എർത്തിങ്ങും മീറ്റേഴ്സ് നമ്മുടെ 4ൽ കാണിച്ചിട്ടുണ്ട് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് കാണിച്ചേക്കുന്നത്. അപ്പോൾ സെയിം പാർട്ട് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് സ്കീമൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് നേരത്തെ എന്നുള്ള വ്യത്യാസം. ഓക്കെ.